welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ടാണ്. അതും നമ്മൾ സാധാരണ ചെയ്യുന്ന ചിറ്റ് ചാറ്റ് വീഡിയോ അല്ല. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫോണിൽ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫോൺ ടാഗ് വീഡിയോ. നമ്മൾ ഒരുപാട് ചാനൽസിലും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന കുക്കിങ്ങും സ്കിൻ കെയറും മേക്കപ്പും അതിനൊക്കെ പകരം ഒരു പേഴ്സണൽ Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. എന്തായാലും അതിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉണ്ട് ഏത് ഫോണാണ്, എത്ര മെമ്മറി ഉണ്ട്, ഏത് കളറാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സോ അതായിരിക്കും പെർഫെക്റ്റ്. അപ്പോൾ നമുക്കങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തുടങ്ങാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എപ്പോഴും പറയുന്ന മാതിരി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഫോൺ ടാഗ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിൻ്റെ ആൻസറും എന്താണെന്നുള്ളത് കേൾക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഫോൺ ഡു യു ഹാവ്? എൻ്റെ ഫോൺ ഇതാണ്, OnePlus Note 9 ആണ്. ഞാനിത് വാങ്ങി ഒരു 2 months കഴിഞ്ഞ ഉടനെ 10 ഇറങ്ങി. ഇപ്പോൾ ആമസോണിൽ 10 അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത് 10 ഇറങ്ങിയിട്ടില്ല, 9 ആയിരുന്നു. അതുകൊണ്ട് 9 വാങ്ങി. അതിന് മുന്നേ വരെ ഞാൻ യൂസ് ചെയ്തത് ഒപ്പോ ആണ്. 837 അത്രയേ ഉള്ളൂ. സാധാരണ ഫോണായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഇത് മാറ്റാൻ കാരണം ഇതിൻ്റെ സ്ക്രീൻ മെല്ലെ അടർന്നു വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ മാറ്റാൻ കാരണം. ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി GB ഡു യു ഹാവ് ഓൺ യുവർ ഫോൺ? എനിക്ക് തോന്നുന്നു 128 ആണെന്ന് തോന്നുന്നു കേട്ടോ. നോട്ട് ഷുവർ. എന്തായാലും ഇതിനെക്കാട്ടിലും മെമ്മറി ഉണ്ട്, നല്ലോണം ഉണ്ട് മെമ്മറി. ഞാൻ അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ ഫോൺ വാങ്ങിയതാണ്. ഓക്കെ, വാട്ട് ദ കളർ is it and why did you pick it? നേരത്തെ കളറ് നോക്കിക്കോളൂ, റെഡാണ് ഒപ്പോൻ്റെ കളറ്. ഇത് ഞാൻ ചൂസ് ചെയ്തത് ബ്ലാക്കാണ്. ഇതിലാകെ 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് സിൽവറും ഒന്ന് ബ്ലാക്കും മാത്രമേ ഞാൻ പോകുന്ന സമയത്ത് കടയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സിൽവറിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ബ്ലാക്കാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പിക്ക് ചെയ്താണ് മാത്രം ഉണ്ടോ. ഓക്കെ, വാട്ട്സ് യുവർ വാൾപേപ്പർ ഓർ സ്ക്രീൻ സേവർ? എൻ്റെ വാൾപേപ്പർ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. ഈ ഫോൺ വാങ്ങിയപ്പോൾ ആദ്യം എടുത്ത ഒരു ഫോട്ടോ ആണ്. എനിക്കത് മസ്റ്റായിരുന്നു. അത്ര ക്ലിയർ ആയിട്ടുള്ള നല്ല ഫോട്ടോ ഒന്നുമല്ല, ബട്ട് എനിക്ക് കാണാനില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എൻ്റെ എന്താ പറയുക വാൾപേപ്പർ. സ്ക്രീൻ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതാണ് സ്ക്രീന്. എൻ്റെ സ്ക്രീൻ ഇതാണ്. അതും ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഫ്രീക്വൻ്റ്ലി ഡു യു ഡൗൺലോഡ് ആപ്സ്? അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ആപ്പ് നല്ലതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യും. അല്ല കാലതാമസമൊന്നുമില്ല. യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും. ഒരു 2-3 ദിവസം നോക്കും. ഒരു 3 ദിവസത്തിനകം ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളയും. അങ്ങനെ ഉപയോഗിക്കാത്ത ആപ്പുകൾ ഉണ്ട്, ബട്ട് അത് എന്തെങ്കിലും ആവശ്യം വരുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അല്ല എനിക്കത് ആവശ്യമില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണ്ടോ. അപ്പോൾ ഫ്രീക്വൻ്റ്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യും. വാട്ട് ആർ ദ മോസ്റ്റ് യൂസ്ഡ് ആപ്സ് ഓൺ യുവർ ഫോൺ? ഒന്ന് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, പിന്നെ യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോരെ 3 ആയില്ലേ. പിന്നെ കോൾ ലിസ്റ്റ്, വാട്സപ്പ്, ഏതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പുകൾ. ഡു യു യൂസ് ഫോൾഡേഴ്സ് ടു ഓർഗനൈസ് ആപ്സ്? ഈ ഫോണിൽ ഞാൻ ഫോൾഡേഴ്സ് ഒന്നും വെച്ചിട്ടില്ല.
പക്ഷേ നേരത്തെ ഫോണിൽ ഒപ്പോയിൽ ഫോൾഡേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും തനിയെ ഫോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം സ്കാറ്റേർഡായിട്ട് കിടക്കുകയാണ്. ഹു വാസ് ദ ലാസ്റ്റ് പേഴ്സൺ യു ടെക്സ്റ്റഡ്? മെസ്സേജസിലാണെങ്കിൽ ഐ തിങ്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് കാലങ്ങളായി. അവസാനം പേഴ്സണലി മെസ്സേജ് ചെയ്തത് ലാസ്റ്റ് ഹരിക്കായിരിക്കും. ഇനി അഥവാ വാട്സപ്പിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഹരിയുടെ അനിയനാണ് ഞാൻ മെസ്സേജ് ചെയ്തത്. സോ വാട്ട്സ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ? ഹരിയുടെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബ്രദറാണ്. അപ്പം അവരാണ് ഞാൻ മെസ്സേജ് അയച്ചത്. വാട്ട് മൊബൈൽ പ്രൊവൈഡർ ആർ യു വിത്ത് ആൻഡ് വൈ? എൻ്റെ കയ്യിൽ 2 സിം ഉണ്ട്. ഒന്ന് എയർടെലും ഒന്ന് ജിയോയും ഉണ്ട്. ജിയോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. എയർടെൽ എനിക്ക് തോന്നുന്നു 10-15-18 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ എപ്പോൾ സിം എടുത്തു അപ്പോൾ തൊട്ടും ഞാൻ നമ്പർ മാറ്റിയിട്ടില്ല, അതേ നമ്പർ തന്നെയാണ്. ആൻഡ്രോയിഡ് ഓർ ഐഫോൺ ആൻഡ് വൈ? ആൻഡ്രോയിഡ് തന്നെയാണ്. ഐഫോൺ നമുക്ക് മുതലാവില്ല, വെറുതെ വാങ്ങിയിട്ട് ഒരു ഉപയോഗമില്ല. സോ ആൻഡ്രോയിഡ് തന്നെയാണ് ഞാനിപ്പോൾ തൽക്കാലം സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഭാവിയിൽ മാറുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം. ഓപ്പൺ യുവർ ഫോൺ ഗാലറി, സ്ക്രോൾ ഡൗൺ ടു ഫോട്ടോ നമ്പർ 7 ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ഓഫ്? അപ്പോൾ ഫോൺ ഗാലറി ഓപ്പൺ ചെയ്യണം. 1 2 3 4 5 6 7. ഓക്കെ, ഈ ഒരു ഫോട്ടോ എനിക്ക് ഇത് എന്താ വെച്ചാൽ എനിക്ക് വാട്സപ്പിൽ ഒരു 2 ആഴ്ച മുമ്പ് വാട്സപ്പിൽ ഒരു കൂട്ടായ്മയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് നമ്പർ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. അവരെന്തോ ലഞ്ച് ബോക്സ് പദ്ധതി, പാവങ്ങൾക്ക് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേ, അങ്ങനെ എന്തോ സംഭവമാണ്. അത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താ സംഭവം എന്നറിയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് പാലക്കാട്, തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതേപോലെ ഫുഡില്ലാത്തവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന എന്തോ സംരംഭമാണ്. അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവർ കുറച്ച് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ഫോട്ടോ ആണ് നിങ്ങളെ ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നും എനിക്കറിയില്ല. സോ അതാണ് ആ ഒരു ഫോട്ടോ. അച്ഛാ 7ാമത്തെ ഫോട്ടോ. വാട്ട് ആപ്പ് ഡു യു യൂസ് ടു ലിസൺ ടു മ്യൂസിക്? ഒന്ന് യൂട്യൂബിൻ്റെ മ്യൂസിക് യൂസ് ചെയ്യും, പിന്നെ സ്പോട്ടിഫൈ ഉണ്ട്, സ്പോട്ടിഫൈ യൂസ് ചെയ്യും. വാട്ട്സ് യുവർ മോസ്റ്റ് പ്ലേഡ് സോങ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ RRRത്തെ നാട്ട് സോങ്ങാണ് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തിരിക്കുന്ന സോങ്. ഇല്ലെങ്കിൽ നമ്മുടെ KGFലത്തെ സോങ്. KGFൽ തന്നെ ഒരു അമ്മയും കുട്ടിയുടെ ഒരു സോങ് ഉണ്ട്, അതാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻറ്റായിട്ടുള്ള 3 ഫ്രീക്വൻ്റ്ലി പ്ലേ ചെയ്ത സോങ്സ്. ഓക്കെ, വാട്സപ്പ്, iMessage, ഇൻസ്റ്റാഗ്രാം ഓർ WeChat ഫോർ മെസ്സേജിങ്? വാട്സപ്പ് യൂസ് ചെയ്യും, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യും, ബാക്കിയൊന്നും വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഹൗ മെനി ടെക്സ്റ്റ് ഡു യു സെൻഡ് പെർ ഡേ? അത് മെസ്സേജ് അനുസരിച്ചിരിക്കും. ചില സമയത്ത് നല്ല ചാറ്റിംഗ് മോഡാണെങ്കിൽ ഒരുപാട് ചാറ്റിങ്, ചില സമയത്ത് മോഡ് ഉണ്ടാവില്ല, കുറച്ച് ഓക്കെയോ അങ്ങനെ വല്ല അയക്കുള്ളൂ. അങ്ങനെ പർട്ടിക്കുലർ കണക്കൊന്നും എനിക്കില്ല കേട്ടോ. വാട്ട്സ് യുവർ നെക്സ്റ്റ് ഫോൺ അപ്ഗ്രേഡ്? നെക്സ്റ്റ് ഫോൺ അപ്ഗ്രേഡ് എന്തായാലും എനിക്ക് എൻ്റെ ഫോണൊക്കെ എങ്ങനെ പോയാലും ഒരു 3-4 വർഷത്തേക്ക് ഇനി ഒരു അപ്ഗ്രേഡേഷൻ പ്രതീക്ഷിക്കേ വേണ്ട. അപ്പോൾ ഇനി പോവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഐഫോണിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ എന്തായാലും കറൻ്റ്ലി ഇല്ല. ഞാനിപ്പോൾ വാങ്ങിയിട്ട് 2 മാസമല്ലായിട്ടുള്ളൂ, ഇനി മാറ്റാൻ പറഞ്ഞാൽ ശരിയല്ല. ഹൗ ഫ്രീക്വൻ്റ്ലി ഡു യു ക്ലിയർ ഔട്ട് ആപ്സ് യു ഡോണ്ട് യൂസ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. സോ എനിക്ക് യൂസ് ചെയ്യാത്ത ആപ്പുകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ പർട്ടിക്കുലർ ടൈമൊന്നുമില്ല, വീക്ക്ലി വൺസ് ക്ലീൻസ് ചെയ്യുന്നോ. ഫോട്ടോസും ഒക്കെ ഞാൻ ചിലപ്പോൾ തോന്നുന്ന സമയത്ത്, ചിലപ്പോൾ വീക്ക്ലി വൺസ് ട്വൈസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഞാൻ ചിലപ്പോൾ ഫോൺ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മെമ്മറി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് മൊബൈൽ ഫോൺ? എൻ്റെ കയ്യിലുണ്ട് ഇവിടെയോ. ഫസ്റ്റ് മൊബൈൽ ഫോൺ ഞാൻ കളഞ്ഞിട്ടില്ല. എനിക്ക് ആ ഫോൺ തന്നത് എൻ്റെ മേമയാണ്. മേമ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റർ. ആ ഫോണ് അവരുടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നാൾ വീട് ഒതുക്കി വയ്ക്കുന്ന സമയത്ത്, നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒതുക്കി വയ്ക്കുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു പണ്ടത്തെ നോക്കിയുടെ 2310 അങ്ങനെ എന്തോ ആയിരുന്നു ഫോൺ. അതാണ് എൻ്റെ ഫസ്റ്റ് ഫോൺ. വാട്ട് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഡു യു യൂസ് ഓൺ യുവർ ഫോൺ? എൻ്റെ ഫോണിൽ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് സംഭവം ഉണ്ട്. അതല്ലാതെ എൻ്റെ കയ്യിൽ ക്യാൻവ ഉണ്ട്, പിന്നെ സ്നാപ്സീഡ് ഉണ്ട്,
അതാണ് മെയിൻലി എൻ്റെ കയ്യിൽ ക്യാൻവയും സ്നാപ്സീഡും ആണ് ഉള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫോണിൽ തന്നെ ഉള്ള എഡിറ്റിംഗ് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്നാപ്സീഡ് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഫോണിൽ തന്നെ എഡിറ്റിംഗ് ഇതുള്ളതുകൊണ്ട്, ചേഞ്ചസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ അധികം എഡിറ്റൊന്നും ചെയ്യാറുമില്ല. ഡു യു എവർ ലെറ്റ് പീപ്പിൾ ലുക്ക് ത്രൂ യുവർ ഫോൺ? കുറവാണ്, വളരെ 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 കുറവാണ്. ഫോട്ടോ മീൻസ് ഫോൺ കൊടുക്കുക എന്ന് പറയുന്ന സംഭവം ഹരിക്ക് കൊടുക്കും, വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ അനിയത്തിമാർക്കോ എല്ലാവർക്കും കൊടുക്കും. അല്ലാതെ ഞാൻ വേറെ ആർക്കും കൊടുക്കുന്നത് വളരെ 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 കുറവാണ് കേട്ടോ. ഹൗ മെനി നോട്ടിഫിക്കേഷൻസ് ഡു യു റിസീവ് എ ഡേ? നോട്ടിഫിക്കേഷൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അത്രയും അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഡെയിലി നമ്മുടെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് മെസ്സേജ് മസ്റ്റാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഡെയിലി വരുന്നതാണ്. അപ്പം അതൊക്കെ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എന്താ വരാത്തതെന്നുള്ളത്. വാട്ട് ഇയർഫോൺസ് ഡു യു യൂസ് വിത്ത് യുവർ ഫോൺ? എൻ്റെ ഫോണിന് ഇയർഫോൺ ഇല്ല കേട്ടോ, അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇതുവരെ. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാട്ടൊന്നും കേട്ടിരിക്കുന്ന ശീലമില്ല, മീൻസ് ഹെഡ്സെറ്റ് വെച്ച് കേട്ടിരിക്കുന്ന ശീലമില്ല. പാട്ട് കേൾക്കും, അത് ഞാൻ ഫോണിൽ തന്നെ വെച്ച് കേൾക്കുന്ന പതിവേ ഉള്ളൂ. അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട്, മറ്റേ കയ്യിലുള്ള ബ്ലൂടൂത്തില്ലേ, ഹെവി സ്പീക്കർ ബ്ലൂടൂത്ത്, അതുമെല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ പാട്ട് കേൾക്കുള്ളൂ. വാട്ട് ആപ്പ് കുഡ് യു നോട്ട് ലീവ് വിത്തൗട്ട്? ഏത് ആപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് യൂട്യൂബാണ് വളരെ ഇമ്പോർട്ടൻ്റ്. യൂട്യൂബില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ആൻഡ് അവർ ഫൈനൽ ക്വസ്റ്റ്യൻ മതിയല്ലോ, ഇനി ഇതിൽ കൂടുതൽ ലോങ് ആക്കണ്ട എന്ന് വിചാരിക്കുന്നു. ഹാവ് യു എവർ സ്മാഷ്ഡ് ദ സ്ക്രീൻ ഓഫ് യുവർ ഫോൺ? ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫോണിന് മുന്നേ ഒരു ഫോണുണ്ടായിരുന്നു, അത് ഞാൻ അടിച്ച് കളഞ്ഞാണ്. പിന്നെ ഒരു 10-12 വർഷം മുമ്പ് ഞാനൊരു ഫോൺ അതേപോലെ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്, ദേഷ്യം കാരണം ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് ആദ്യത്തെ സംഭവമല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആയി, നമുക്കത് നിർത്താം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.